ചോദിക്കട്ടെ, നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ഹോട്ട് സീറ്റിൽ എന്റെ ചോദ്യങ്ങൾക്കും ആ സീറ്റിലും നിങ്ങൾ നീതി പുലർത്തി, നിങ്ങൾ അത് ഓക്കെ ആയിരുന്നു, നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടാണോ ആ ഹോട്ട് സീറ്റിൽ ഇരുന്നിരുന്നത്? തീർച്ചയായിട്ടും ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് രേണുസുതി പറഞ്ഞിരിക്കും. ആ ഷോയിൽ നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു, 100% കംഫർട്ടബിൾ ആയിരുന്നു ഇല്ലയോ? ഇപ്പോൾ നിങ്ങൾ ലോകത്തോട് വിളിച്ചു നിങ്ങൾ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ 100% കംഫർട്ടബിൾ ആയിരുന്നു. രേണു എന്നും കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉത്തരം പറയുന്നത്, അതാണ് രേണുവിന്റെ ഒരു പ്രത്യേകത. ആ ഷോ നിങ്ങളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല? എനിക്കൊരു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്തൊരു ഇൻ്റർവ്യൂ നാടകമായിട്ട് ഷാരിയും രേണുസുധിയും രംഗത്ത് വന്നേക്കുവാണ്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ രേണുസുധിക്കെതിരെ ഷാരി സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടെ കമൻറ്റ് ബോക്സിൽ വന്ന് രേണുവിനെതിരെ സംസാരിക്കുമെന്നാണ് ആങ്കറും എല്ലാവർക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് കംപ്ലീറ്റ് ആയിട്ട് എതിരായിട്ട് രേണുവിനെതിരെ നിന്നവരെല്ലാവരും കൂടെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയും ആ ഒരു ആങ്കറിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ടുള്ള വിഷമം ആ ഒരു ആങ്കറായിട്ടുള്ള ഷാരിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ആയിട്ട് അവർ വന്നതിന് ശേഷം ഞങ്ങൾ പ്ലാൻഡോടാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരത് വിശ്വസിക്കും, മറ്റ് കുറച്ച് പേരത് രേണുവും കൂടെ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൊണ്ട് തന്നെ രേണുവിനുള്ള ഹേറ്റ് ഭയങ്കരമായിട്ട് കുറയും. അതിനുശേഷം രേണുവിനെ സപ്പോർട്ട് ചെയ്ത് കുറേയധികം പേര് മുമ്പോട്ട് വന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെയും ആ ഒരു ചാനൽ തന്നെ ആ ഒരു ആങ്കറിനെ വെച്ച് രേണുസുധി വേറൊരു ഇൻ്റർവ്യൂ ചെയ്തേക്കുവാണ്. ആ ഒരു ഇൻ്റർവ്യൂയുടെ ക്ലിപ്സാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. അതിനകത്ത് ഈ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ വട്ടം ഞാൻ നിങ്ങളോട് ചോദിച്ചത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, കംഫോർട്ടല്ലേ എന്നുള്ളൊരു കാര്യം. ആ ഒരു സമയത്ത് രേണു പറയുന്നൊരു കാര്യം എനിക്ക് കംഫോർട്ടാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഈ ഒരു ആങ്കർ എങ്കിൽ ഞാൻ സത്യം ചെയ്ത് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അവിടെ പെരുമാറുന്ന രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, കഴിഞ്ഞ വട്ടം അവരത് പ്രതീക്ഷിച്ചല്ലേ, അവർ വിചാരിച്ചത് രേണുവിനെതിരെ ആയിരിക്കും പിന്നെ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവർക്കെതിരെ വന്നപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അതിന് പെട്ടെന്ന് അവരിൽ നിന്ന് ഇത് മാറ്റണമെന്ന് വെച്ചിട്ടാണ് അടുത്തൊരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്തും കുറച്ച് അഗ്രഷൻ പോലെ അവർ സംസാരിക്കാൻ ശ്രമിച്ചു. പഴയ കണക്ക് തന്നെ ഈ പ്രാവശ്യം ഇവർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് പ്രശ്നമെന്നാണ് പലരും ആ ഒരു കമൻറ്റ് ബോക്സിൽ ലേറ്റസ്റ്റ് വീഡിയോയിലും കണ്ടേക്കുന്നത്. നിങ്ങൾക്കൊരു ഫുൾ വീഡിയോ കാണണമെങ്കിൽ അവരുടെ ചാനലുണ്ട്, അതിൽ പോയി കാണാവുന്നതാണ്. എന്നാലും ഇവർ ന്യായീകരിക്കാൻ ഇവർ ചോദിച്ചതെല്ലാം രേണുവിൻ്റെ അറിവോടെയാണ് എന്നുള്ള രീതിയൊക്കെ വന്നിട്ടുണ്ട്. അത് രേണു ഇതുവരെ സത്യമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് നാട്ടുകാരെ പിന്നെയും പറ്റിക്കാൻ വന്നേക്കുവാണ്. പക്ഷേ ഈ ഒരു പ്രാവശ്യം ആരും അത് പറ്റിക്കപ്പെടത്തില്ല എന്നുള്ളൊരു കാര്യം. കാരണം കഴിഞ്ഞൊരു പ്രാവശ്യം രേണുസുധി ഇത് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു ആങ്കർ വന്നിട്ട് ഇത് കണക്ക് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്, രേണുസുധിയും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഇത് കണക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ഉള്ള നാടകമാണ്. അത് പിന്നെയും തുടരാനും ശ്രമിക്കുന്നുണ്ട്, അതുവഴി നാട്ടുകാരെ പറ്റിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രാവശ്യം ആരും പറ്റിക്കപ്പെടത്തില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നാടകമാണെന്നുള്ളൊരു കാര്യം. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് ആങ്കറിനെ വിളിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് എന്തെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കെല്ലാം സംഭവം മനസ്സിലായിട്ടുണ്ട് രണ്ടുപേരുടെയും കാര്യം. ഇനി എന്തൊക്കെ നടന്നാലും അത് നാട്ടുകാർക്ക് ഇതിനെ കുറിച്ച് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്.